Good evening all. So today in this class we'll be discussing about tetanus and chikungunya. First let's see about tetanus. As you all know, tetanus is a disease which is caused by bacterium Clostridium tetani, which is a spore forming anaerobic gram-positive motile bacillus which is found in human and animal feces. സോ ടെറ്റനസ് ഉണ്ടാക്കുന്ന കോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് കൊളസ്ട്രിഡിയം ടെറ്റനി ആണ്. ഇതൊരു സ്പോർ ഫോമിംഗ് അനേറോബിക് ഗ്രാം പോസിറ്റീവ് മോട്ടൈൽ ബാസിലസ് ആണ്. ആൻഡ് ദ റിസർവോയർ ഓഫ് ദിസ് സ്പോർ ഇസ് human and animal feces. According to the WHO estimate, tetanus contributes to about 8% of all vaccine preventable deaths. So globally ഉണ്ടാവുന്ന വാക്സിൻ പ്രിവെന്റബിൾ ഡെത്ത്സിൽ 8% എന്ന് പറയുന്നത് ടെറ്റനസ് മൂലം ഉണ്ടാവുന്നത് ആണ്. Coming to the pathogenesis of tetanus, Clostridium tetani, the spore-forming bacillus, is a non-invasive organism. The spores of the organism, it remains non-pathogenic in soil or contaminated tissues until conditions are favorable for transmutation into vegetative form. So, നമ്മളുടെ ഓർഗാനിസം എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആണ്. ഇതിൻ്റെ സ്പോർസ് യൂഷ്വലി സോയിലിലോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ടിഷ്യൂസിലോ ഒക്കെ കാണും. ആൻഡ് ഇറ്റ് ബിക്കംസ് invasive form or vegetative form once the conditions are favorable. So എപ്പോഴാണ് ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫോം ആയിട്ട് മാറുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ പ്രസൻസ് ഓഫ് locally decreased oxygen reduction potential, typically in devitalized tissue, in the presence of a foreign body, trauma and crush injury or suppurative infections. സോ ഈ കണ്ടീഷൻസിലാണ് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. ഒന്നെങ്കിൽ ഓക്സിജന്റെ ലെവൽ കുറയണു, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി, നമ്മൾക്കിപ്പോൾ മിറ്റത്തോടെയൊക്കെ നടക്കുമ്പോൾ ഫോറിൻ ബോഡി എന്തെങ്കിലും പിയേഴ്സ് ചെയ്തു നമ്മളുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ആയിട്ട്, അല്ലെങ്കിൽ ഇഫ് ദർ ഇസ് എ ട്രോമ ഓർ ഇഫ് ദർ ഇസ് എ ക്രഷ് ഇഞ്ചുറി ഓർ ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് സുപ്പറേറ്റീവ് ഇൻഫെക്ഷൻസ്. ഈ കേസസിലാണ് നമ്മുടെ സ്പോറ് നോൺ വെജിറ്റേറ്റീവ് ഫോമിൽ നിന്നും വെജിറ്റേറ്റീവ് ഫോമായിട്ട് മാറുന്നത്. Once the sperm is converted into vegetative form, two types of toxins are produced by the organism, and the toxins are tetanolysin and tetanospasmin. So നമ്മളുടെ ആക്റ്റീവ് ഫോമായ ബാസിലസ് രണ്ട് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ രണ്ട് ടോക്സിൻസ് ആണ് ടെറ്റനോലൈസിനും ടെറ്റനോസ്പാസ്മിനും. Tetanospasmin, it is a main toxin responsible for the manifestations of the disease. Tetanospasmin binds to the neuromuscular junction at the site of the injury and undergoes retrograde axonal transport to reach the presynaptic nerve terminal, where it prevents the release of inhibitory neurotransmitters which are glycine and GABA, which leads to uncontrolled contractions of the muscles. സോ നമ്മളുടെ ടെറ്റനോസ്പാസ്മിൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആ ഇഞ്ചുറി ഉണ്ടായ സൈറ്റിലെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനുമായിട്ട് ബൈൻഡ് ചെയ്യും. അതിനുശേഷം അത് അവിടെ നിന്നും പ്രീസിനാപ്റ്റിക് നെർവ് ടെർമിനലിലേക്ക് ട്രാൻസ്പോർട്ടഡ് ആവും. അവിടെ അത് നമ്മളുടെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയൊക്കെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി പ്രൊലോങ്ഡ് കോൺട്രാക്ഷൻ ഓഫ് ദ മസിൽസ്. സോ ഇതാണ് ഓവറോൾ പാത്തോജനസിസ്. ഒന്നുകൂടെ പറയാം, നമ്മളുടെ ബാക്ടീരിയ അല്ലെങ്കിൽ ബാസിലെ എന്ന് പറയുന്നത് നോൺ ഇൻവേസീവ് ആണ്. അത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നോളും, either in soil or in the tissue, and it becomes active only when there is favorable conditions. So this favorable conditions are decreased oxygen level
any kind of devitalized tissue, if there is a foreign body, trauma or a crush injury or any kind of infections. Once it is converted into the active form, it will produce two toxins, which is tetanospasmin and tetanolysin. ഇതിൻ്റെ അകത്ത് ടെറ്റനോസ്പാസ്മിൻ ആണ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ. ഈ ടെറ്റനോസ്പാസ്മിൻ ചെന്ന് ന്യൂറോ മസ്കുലർ ജംഗ്ഷനുമായിട്ട് ബൈൻഡ് ചെയ്യും. അവിടെ നിന്നും അത് പ്രീ സിനാപ്റ്റിക് നെർവിലേക്ക് ടെർമിനലിലേക്ക് ട്രാൻസ്പോർട്ടഡ് ആവും. അവിടെ അത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്ലോക്ക് ആവുന്നത് കാരണം there is prolonged contraction of the muscles, which leads to spasm, which is the characteristic feature of tetanus. Now coming to the clinical features of tetanus. So tetanus, it mainly affects the unimmunized and partly immunized individuals. So proper ആയിട്ട് immunization കിട്ടാത്ത ആൾക്കാരിലാണ് tetanus ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. There are three forms of tetanus, which is neonatal tetanus, generalized tetanus, localized and cephalic tetanus. So these are the different forms of tetanus, which are neonatal, generalized, localized and cephalic. And among this, the most common forms are generalized tetanus as well as neonatal tetanus. ഇനി ഇതിന് ഓരോന്നിനും വെവ്വേറെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. നമ്മൾക്ക് ഓരോന്നായിട്ട് കാണാം. First, coming to the generalized tetanus, which is one of the most common types of tetanus. The incubation period of generalized tetanus is about 8 days, and it may range from 2 to 14 days. However, the disease may occur months after the initial injury. So usually incubation period എന്ന് പറയുന്നത് 2 to 14 days ആണ്. ആവറേജ് ആയിട്ട് 8 days ആണ് കണക്ക് കൂട്ടുന്നത്. എന്നിരുന്നാൽ പോലും ഇഞ്ചുറിക്ക് കുറേ നാൾക്ക് ശേഷവും we can have generalized tetanus. The incubation period, it depends upon the distance of site of injury from the central nervous system. So എത്ര ദൂരത്തിലാണോ സെൻട്രൽ നെർവസ് സിസ്റ്റവും സൈറ്റ് ഓഫ് ഇഞ്ചുറിയും തമ്മിൽ അത്രയും നേരത്തേക്ക് ഉണ്ടാവും നമ്മളുടെ ഇൻക്യുബേഷൻ പീരിയഡ്. ലൈക്ക് കാലിലാണ് ഇഞ്ചുറി ഉണ്ടായത് ആൻഡ് it is away from the central nervous system, right? So അവിടെ ഇൻക്യുബേഷൻ പീരിയഡ് ഇത്ര കൂടുതലായിരിക്കും. അതേസമയം കയ്യിലോ അല്ലെങ്കിൽ പുറത്തോ ഒക്കെയാണ് ഇഞ്ചുറി ഉണ്ടായതെങ്കിൽ the incubation period would be lesser. The faster the onset of the symptoms, the poorer is the prognosis. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും അടുത്തായിട്ട് ഇഞ്ചുറി ഉണ്ടാവുന്ന കേസസിൽ പ്രോഗ്നോസിസ് വളരെ പുവർ ആണ്. സോ എത്ര പെട്ടെന്ന് സിംറ്റംസ് ഉണ്ടാവുന്നു അത്രയും കുറവായിരിക്കും പ്രോഗ്നോസിസ്. Generalized tetanus is characterized by descending paralysis with initial involvement of the jaw muscles. So ഇവിടെ descending paralysis ആണ് ഉണ്ടാവുക, that is starting from head to toe. And here ആദ്യമേ ഉണ്ടാവുന്ന സിംറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ജോ മസിൽസ്. ജോ മസിൽസിലാണ് ആദ്യമേ ഇത് നെർവ് ഇൻവോൾവ്മെന്റ് കാണിക്കുന്നത്. So initially there is spasm of the masseters leading to trismus or low jaw. So jaw muscles involved ആവുന്നു നമ്മൾ പറഞ്ഞു. ആദ്യമേ സ്പാസം ഉണ്ടാവുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസറ്റേഴ്സിലാണ്, and this can lead to a lock jaw. Subsequently there is involvement of the neck, the back, the abdominal muscles, and finally the whole body. So descending ഓർഡറിലാണ് ഇവിടെ പാരാലിസിസ് ഉണ്ടാവുന്നത്. ആദ്യമേ ജോ മസിൽസ് ഇൻവോൾവ് ആവും, ഗ്രാജുവലി അത് നെക്കിലേക്കും ബാക്കിലേക്കും അബ്ഡോമിനൽ മസിൽസിലേക്കും പിന്നെ ഹോൾ ബോഡിയിലേക്കും ഇൻവോൾവ് ചെയ്യും. ആസ് ദ ഡിസീസ് പ്രോഗ്രസസ്, minimal stimuli may lead to generalized spasm, which are the hallmark of the disease and contribute to serious complications and death.
സോ ഈ ഡിസീസ് അഡ്വാൻസ് ചെയ്യും തോറും കുഞ്ഞു കുഞ്ഞു